പൃഥ്വിരാജും കാജോളും പ്രധാന വേഷത്തിലെത്തുന്ന സർസമീൻ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് OTT റിലീസാണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ടീസർ തന്നെയാണ് സിനിമയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഒരു ആർമി ഓഫീസറിൻ്റെ റോളിലാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വില്ലൻ റോളിലെത്തുന്നത് സെയ്ഫ് അലിഖാൻ്റെ മകൻ കൂടിയായ ഇബ്രാഹിം അലിഖാനാണ്. അടുത്ത മാസം 25-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഈ ഒരു ചിത്രം റിലീസിനെത്തുന്നത്. ആസിഫ് അലി, ജിത്തു ജോസഫ് ചിത്രമായ മിറേജ് ജൂലൈ ലാസ്റ്റ് വീക്കിലോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലോ ആണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. F1 എന്ന ഹോളിവുഡ് സിനിമ ഇതുവരെ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്നും $144 മില്യൺ ആണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതുപോലെ സിനിമയുടെ ബജറ്റ് $200 മില്യൺ ആണ്. സിംബുവിൻ്റെ പുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് വെട്രിമാരനാണ്. വെട്രിമാരൻ ധനുഷ് കോംബോയിൽ വന്ന വടച്ചേന എന്ന സിനിമയുടെ അതേ ഒരു വേൾഡിൽ നടക്കുന്ന സ്റ്റോറിയാണ് സിംബുവിൻ്റെ ഒരു ചിത്രവും പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷമായിരിക്കും ധനുഷ് വെട്രിമാരൻ കോംബോയിൽ വടച്ചെന്നൈ 2 ഉണ്ടാവുക. എന്തായാലും സിംബുവിൻ്റെ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഉടനെ പുറത്തു വരും. അതുപോലെ ടൈറ്റിൽ ടീസറും സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ട്. വാടിവാസൽ സിനിമ എന്തുകൊണ്ടാണ് ഡിലേ ആയതെന്ന് വെട്രിമാരൻ ലേറ്റസ്റ്റായി കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് തീരാത്തതും ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണവും സിനിമ ഷൂട്ട് ചെയ്തതിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാരണം വാടിവാസൽ സിനിമ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. കണ്ണപ്പ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 30 കോടി രൂപയാണ്. ഈ ഒരു കളക്ഷൻ്റെ 60% തെലുങ്ക് സ്റ്റേറ്റുകളിൽ നിന്നാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 200 കോടി ബജറ്റ് കണക്കാക്കുന്ന കണ്ണപ്പ സിനിമ വലിയൊരു പരാജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. സെൻട്രൽ പിക്ചേഴ്സിൻ്റെ വരാൻ പോകുന്ന സിനിമകളുടെ റിലീസ് ഡേറ്റൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സണ്ണി വെയിൻ്റെ സാഹസം ഓഗസ്റ്റ് 7-നും ഫഹദ് ഫാസിലിൻ്റെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ സെപ്റ്റംബർ 4-ന് ഓണം റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നിവിൻ പോളി അഖിൽ സത്യൻ സിനിമയുടെ ടൈറ്റിലും റിവീൽ ചെയ്തിട്ടുണ്ട്. സർവം മായ എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. അതുപോലെ ഈ ഒരു ചിത്രം ഡിസംബർ 19-നോ അല്ലെങ്കിൽ ഡിസംബർ 25-നോ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് സെൻട്രൽ പിക്ചേഴ്സ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തു വരും. നടി ഗൗതമി നായരും സിനിമയുടെ കാസ്റ്റ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ബബ്ബ സിനിമയുടെ ടീം ധ്യാൻ ശ്രീനിവാസിൻ്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.